ഇവനെ ഞാൻ പിക്ക് ചെയ്യാൻ ആദ്യത്തെ കാരണം എന്ന് വെച്ചാൽ ഞാൻ ദൂരെ നിന്നാണ് ഈ പാത്രത്തെ കണ്ടത്. വീട്ടിലിരിക്കുന്നവനാണെങ്കിലും അലുമിനിയമാണ്, കോലനാണ്. ഇവനാണെങ്കിലും സ്റ്റീലാണ്. ആവശ്യത്തിന് കറക്റ്റ് ആയിട്ടുള്ള പരപ്പും ഹൈറ്റുമുണ്ട്. അത് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. അപ്പോൾ ഞാൻ അവിടെ അങ്ങോട്ട് നിന്നുപോയി. എന്തെങ്കിലും തമാശയായിട്ട് തോന്നുന്നുണ്ടോ? തമാശ അല്ലട്ടാ, സീരിയസ് ആണ്. ബാക്കിയും കൂടെ കേൾക്കും, അപ്പറിയാം. ശരിക്കും പറഞ്ഞാൽ നിത്യേന നമ്മൾ ഉപയോഗിക്കുന്നത് 3 ലിറ്റർ കുക്കറാണ് ഇവിടെ വീട്ടിൽ. അപ്പോൾ ഒരെണ്ണം ചോറ് വെക്കാനും ഒരെണ്ണം പരിപ്പൊക്കെ വെക്കാനായിട്ടും അതേ 3 ലിറ്റർ കുക്കർ തന്നെ വേണം. അപ്പോൾ അതിൽ ഒരെണ്ണം കേടായിപ്പോയി. അപ്പോൾ ഹസ്ബൻഡിനോട് അത് ഫിക്സ് ചെയ്യിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേനും വലിയ താല്പര്യം കാണിച്ചില്ല. അത് ഏതായാലും അലുമിനിയമാണ്, അതുകൊണ്ട് അത് മാറ്റിയേക്കാം, നമുക്ക് ഒരെണ്ണം സ്റ്റീൽ മേടിക്കാം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ ആ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഞാൻ ഒന്ന് ആദ്യമായിട്ട് ലുലു മോൾ സന്ദർശിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ ദൂരെ നിന്നാണ് ഞാൻ കാണുന്നത് ഈ ഒരു കുക്കർ. അപ്പോൾ ഇത് പിജൻ ബ്രാൻഡാണ് എന്ന് അറിയാതെയാണ് ഞാൻ ആ 3 ലിറ്ററിൻ്റെ കുക്കറിൻ്റെ ഷേപ്പ് കണ്ട് ഇഷ്ടപ്പെട്ട് അതിൻ്റെ അടുത്തേക്ക് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ എന്താ, 3 ലിറ്റർ നല്ല ഒത്ത ഹൈറ്റും നല്ല പരപ്പും ഉണ്ട്. പക്ഷേ 5 ലിറ്റർ കുക്കർ സത്യം പറയാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ 3 ലിറ്റർ കുക്കറിന് വേണ്ടിയിട്ട് അത് സെറ്റായിട്ട് അത് ഓഫർ ആയതുകൊണ്ട് ഇങ്ങോട്ട് അവനെയും കൂടെ വീട്ടിലേക്ക് കൂട്ടിയതാണ് യാഥാർത്ഥ്യം. മറ്റൊരു കാരണം എന്ന് പറയാനായിട്ട്, ഞാൻ പിജൻ ബ്രാൻഡിന്റെ ഞാൻ ഓൺലൈൻ പർച്ചേസ് ചെയ്ത കുക്കറിനെ കുറിച്ച് ഞാനൊരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു ഫ്ലോപ്പ് ഷോ ആയിരുന്നു. അത് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് തീരെ റെക്കമെൻഡ് ചെയ്യില്ല എന്നുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മറ്റേത് ഓൺലൈൻ പർച്ചേസ് ആയിരുന്നു, ഇത് ഞാൻ ഡയറക്റ്റ് നോക്കി പിക്ക് ചെയ്തതാണല്ലോ. എൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഒരു റിവ്യൂ കൂടെ ആവാമല്ലോ. ഇപ്പോഴല്ല കേട്ടോ, 1 വർഷമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് മതിയല്ലോ റിവ്യൂ. സോ ദീസ് ആർ ദ റീസൺസ് ടു പിക്ക് അപ്പ്. അപ്പം അത്രയും വേദം ഓതിയിട്ടും വീണ്ടും ഇതിന് ഞാൻ ഒരു സെക്കൻഡ് ചാൻസ് കൊടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ കാരണങ്ങൾ ഒക്കെ ബേസ് ചെയ്താണ്. യെസ്, ദാറ്റ്സ് റൈറ്റ്, എ സെക്കൻഡ് ചാൻസ് ഫോർ ദ ബ്രാൻഡ് പിജൻ ഇൻ മൈ കിച്ചൺ. സോ എനിവേസ്, ഇപ്പോൾ ഞാനിത് 5.5 ലിറ്ററിന്റെ ഒരു ബട്ടർഫ്ലൈ ബ്രാൻഡിന്റെ കുക്കറും കൂടെ മേടിച്ചിരിക്കുകയാണ്. ഇത് ഞാൻ മേടിച്ചത് എനിക്ക് വേണ്ടിയിട്ടല്ല, ഗിഫ്റ്റ് കൊടുക്കാനാണ്. എൻ്റെ ഹസ്ബൻഡ് അത്യാവശ്യം നല്ലൊരു ക്യൂസിയാണ്. ക്യൂസി എന്ന് വെച്ചാൽ ആരാണ്, എന്താണ് എന്നറിയോ? ക്വാളിറ്റി ചെക്കർ. ദാറ്റ്സ് റൈറ്റ്. ഈവൻ ഈ ബട്ടർഫ്ലൈ ഇങ്ങോട്ട് വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേനും ഉണ്ടല്ലോ, നമ്മൾ പിജന്റെ റിവ്യൂ, അതായത് അതിൻ്റെ യൂസേജ് ചെയ്തുകൊണ്ടുള്ള ഡ്യൂറബിലിറ്റി ആൻഡ് എക്സ്പീരിയൻസ് റിവ്യൂ 1 വർഷം കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഇടാം. പക്ഷേ ഇവർ രണ്ടും പിജൻ ആൻഡ് ബട്ടർഫ്ലൈ സാമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ടെക്നിക്കൽ ഡീറ്റെയിൽസ് വെച്ച് നോക്കുമ്പോഴത്തേനും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹെൽപ്പോടുകൂടി അത്രയും അങ്ങോട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ടെക്നിക്കൽ ഫീച്ചേഴ്സ് വെച്ചുള്ള ബട്ടർഫ്ലൈ ആൻഡ് പിജൻ കമ്പാരിസൺ ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ പുറകെ തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ, so see you there. Thank you. This is Godse signing off.